രാത്രിയിലെ നിശബ്ദത, പ്രപഞ്ചവുമായുള്ള സംവാദം. രാത്രിയുടെ ആ നിശബ്ദതയിൽ ലോകം മുഴുവൻ ശാന്തമാകുമ്പോൾ ഒരു സമയമുണ്ട്, പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ രാത്രിയിലും നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിഴുങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തെ പിടിച്ചെടുക്കുന്നു. ഈ വ്യത്യാസമാണ് നിങ്ങൾ മുന്നോട്ടു പോകുമോ അതോ ഒരേ സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമെന്ന് തോന്നാമെങ്കിലും അത്ഭുതകരമായ ഫലങ്ങളുള്ള ഒരു സാധന, അഭ്യാസം പറഞ്ഞുതരാം. ഇത് നിങ്ങൾ 7 രാത്രികൾ സത്യസന്ധമായി ചെയ്താൽ ഞാൻ ഉറപ്പു നൽകുന്നു, പ്രപഞ്ചം നിങ്ങളുമായി സംസാരിച്ചു തുടങ്ങും. ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, പ്രപഞ്ചം ശരിക്കും ഒരു ബോധമുള്ള ശക്തിയാണോ? അത് കേൾക്കുമോ, കാണുമോ, അനുഭവിക്കുമോ? സത്യം പറഞ്ഞാൽ പ്രപഞ്ചം സംസാരിക്കുന്നത് ശാന്തതയുള്ളവരോടും സ്ഥിരതയുള്ളവരോടും ഉള്ളിൽ ഉണർന്നിരിക്കുന്നവരോടും മാത്രമാണ്. നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ, പുറംലോകവുമായി ബന്ധമില്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, പൂർണ്ണമായി തുറന്നിരിക്കുന്ന സമയമാണത്. നിങ്ങളുടെ അബോധ മനസ്സ് തുറന്നിരിക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഉത്കണ്ഠ, ഭയം, പശ്ചാത്താപം, ക്ഷീണം എന്നിവയാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ദിവ്യബന്ധം ഒരിക്കലും സ്ഥാപിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ ഓരോ രാത്രിയിലും ആ ബന്ധം നഷ്ടപ്പെടുത്തുകയാണോ? ഭാവന, പ്രപഞ്ചത്തിന്റെ ഭാഷ. ഓരോ മഹത് വ്യക്തിയുടെയും യാത്ര ആരംഭിക്കുന്നത് ഒരു ഭാവനയിൽ നിന്നാണ്. നിങ്ങൾ കട്ടിലിൽ കിടന്ന് കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ കാണുകയും അതിപ്പോൾ ഈ നിമിഷം സത്യമായി സംഭവിക്കുന്നതുപോലെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അബോധ മനസ്സിന് കൽപ്പന നൽകുകയാണ്. പ്രപഞ്ചത്തിന് അബോധ മനസ്സിന്റെ കൽപ്പനയെ തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങളായിത്തീരും. ഇത് വെറും പുസ്തകങ്ങളിലെ വരികളല്ല, ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഭാവന ഒരു വിത്താണ്, കട്ടിൽ നിങ്ങളുടെ മണ്ണും. ഓരോ രാത്രിയിലും നിങ്ങൾ വിത്ത് പാകുമ്പോൾ പ്രപഞ്ചം അതിനെ പരിപോഷിപ്പിക്കാൻ തുടങ്ങുന്നു. പക്ഷേ നിങ്ങൾ ഓരോ രാത്രിയും നിങ്ങളുടെ ഭയങ്ങളെയാണോ അതോ സ്വപ്നങ്ങളെയാണോ വിതയ്ക്കുന്നത്? നിങ്ങൾ ഭാവന ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഭാവനയിൽ ഭയമാണ് കൂടുതലുള്ളത്. ഞാൻ പരാജയപ്പെട്ടാലോ? പണം വന്നില്ലെങ്കിലോ? ആളുകൾ ഉപേക്ഷിച്ചു പോയാലോ? ഈ ഭയം പ്രപഞ്ചത്തിലേക്ക് പോകുന്ന സിഗ്നലുകളെ കുഴപ്പത്തിലാക്കുന്നു. എന്നിട്ട് നിങ്ങൾ പരാതി പറയുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ ഓരോ രാത്രിയും ഭയത്തെയാണ് അയക്കുന്നത്. പ്രപഞ്ചം അതുതന്നെ തിരികെ നൽകുന്നു. ഓർക്കുക, പ്രപഞ്ചം ഒരു കണ്ണാടിയാണ്. യൂണിവേഴ്സ് ഈസ് എ മിറർ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് തിരികെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഭയത്തെ മാറ്റി വിശ്വാസം നിറയ്ക്കാനുള്ള സമയമാണിത്. 7 മിനിറ്റ് രാത്രിയിലെ അനുഷ്ഠാനം. പ്രപഞ്ചത്തിലേക്ക് സന്ദേശമയയ്ക്കുക. നിങ്ങൾ തുടർച്ചയായി 7 ദിവസം ചെയ്താൽ നിങ്ങളുടെ ഊർജം മാറുകയും 1. ശാന്തമായ മനസ്സോടെ കട്ടിലിൽ സുഖമായി കിടക്കുക. ടെൻഷനില്ല, സ്ക്രീനില്ല. 2. കണ്ണുകൾ അടയ്ക്കുക. 3 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. ഓരോ തവണയും ഭയവും ക്ഷീണവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തുപോകുന്നതായി ചിന്തിക്കുക. 4. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സങ്കൽപ്പിക്കുക. അത് ഇപ്പോൾ ഈ നിമിഷം സത്യമായി സംഭവിക്കുന്നതുപോലെ. പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നു ചേരുന്നതായി കാണുക. സ്നേഹമാണ് വേണ്ടതെങ്കിൽ ഒരാളുടെ കണ്ണുകളിൽ നിങ്ങൾക്കായുള്ള വാത്സല്യം കാണുക. ശാന്തതയാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു മലമുകളിൽ ശാന്തനായി ഇരിക്കുന്നതായി അനുഭവിക്കുക. 5. പൂർണ്ണ വിശ്വാസത്തോടെ ഒരൊറ്റ വാചകം പറയുക, നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ്. ഇതെല്ലാം ഇപ്പോൾ എന്റെ സത്യമാണ്. ഓരോ രാത്രിയും ഇതേ വരി, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ. ഈ മന്ത്രമാണ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നത്. ഒരു ദിവസം അത് നിങ്ങൾക്ക് മറുപടി നൽകാൻ തുടങ്ങും. പ്രപഞ്ചത്തിന്റെ സൂചനകൾ മനസ്സിലാക്കുക. പ്രപഞ്ചം വാട്സാപ്പിലല്ല മറുപടി നൽകുന്നത്, അത് സൂക്ഷ്മമായ രീതികളിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരു അപരിചിതൻ വന്ന് നിങ്ങൾ ചിന്തിച്ച അതേ കാര്യം പറയും. ചിലപ്പോൾ ഒരു പുസ്തകം അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടും, അതിൽ നിങ്ങളുടെ മറുപടി എഴുതിയിരിക്കും. ചിലപ്പോൾ ഒരു ആശയം ഒരു കാരണവുമില്ലാതെ വീണ്ടും വീണ്ടും മനസ്സിൽ വരും. ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ മറുപടികളാണ്. ഞാൻ കേൾക്കുന്നുണ്ട്, ഇനി നീ പ്രവർത്തിക്കൂ എന്ന് പ്രപഞ്ചം പറയുകയാണ്. 2 സൂചനകൾ തിരിച്ചറിയാൻ പഠിക്കുക, അല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. നിങ്ങളുടെ മനസ്സ് ഭയം, സംശയം, കുഴപ്പങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവ്യസൂചനകൾ കാണാൻ കഴിയില്ല. അതായത് പ്രപഞ്ചം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ഉള്ളിലെ ബഹളത്തിൽ തിരക്കിലാണ്. എന്നിട്ട് നിങ്ങൾ പറയും, പ്രപഞ്ചം എന്നെ കേൾക്കുന്നില്ല. പക്ഷേ സത്യം, നിങ്ങൾക്ക് അതിനെ കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ്. പാഠം 1. നിരീക്ഷിക്കുക. നിങ്ങളൊരു കാര്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത 24 മണിക്കൂർ നിങ്ങളുടെ ചുറ്റുപാടുകൾ വളരെ ശ്രദ്ധയോടെ നോക്കുക. ചിലത് മാറും, പുതിയ ചിലത് മുന്നിൽ വരും. അവിടെ നിന്നാണ് തുടക്കം. സൂചനകൾ പല രൂപങ്ങളിൽ വരും. അനുരണനം, സിൻക്രോണിസിറ്റി. ഒരു കാര്യം, ഒരേ പേര്, ഒരേ ചിന്ത വീണ്ടും വീണ്ടും മുന്നിൽ വരാൻ തുടങ്ങുന്നു. എവിടെയോ വായിച്ചു, ഒരു സുഹൃത്ത് പറഞ്ഞു, പിന്നെ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ മനസ്സിലാക്കുക, പ്രപഞ്ചം പറയുന്നു, ഇത് നോക്കൂ, ശ്രദ്ധിക്കൂ. അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച, പിരിയൽ. ചിലപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ പോകും. ഇതിൽ കരയരുത്. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വഴി വൃത്തിയാക്കുകയാണോ എന്ന് ചിന്തിക്കുക. നല്ല തോന്നൽ, 6th സെൻസ്. ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും,
ഈ വഴിക്ക് പോകരുത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്തേക്കൂ. ഇത് നിങ്ങളുടെ അബോധ മനസ്സല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ബോധമാണ്. സൂചനകളെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ പ്രപഞ്ചം നിശബ്ദമാകും. കാരണം ആരെങ്കിലും മറുപടി കൊടുക്കുകയും മുന്നിലിരിക്കുന്നയാൾ അത് വീണ്ടും വീണ്ടും കേൾക്കാതിരിക്കുകയും ചെയ്താൽ കുറച്ചു സമയത്തിനു ശേഷം അവർ സംസാരിക്കുന്നത് നിർത്തും. ഇതാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംഭവിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പരാതിപ്പെടുന്നു, ഒന്നും മാറുന്നില്ല. കാരണം പ്രപഞ്ചം സൂചന നൽകുമ്പോൾ നിങ്ങൾ പറയുന്നു, ഇത് യാദൃച്ഛികമാണ്, ഇപ്പോൾ സമയമില്ല, ഇതെങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. അപ്പോൾ പ്രപഞ്ചം പറയും, ശരി, നീ തയ്യാറാകുമ്പോൾ വീണ്ടും വരാം. സൂചനകൾ ലഭിച്ച ശേഷം എന്തു ചെയ്യണം? 1. നിരീക്ഷിക്കുക. ഒബ്സർവ്. എല്ലാ ദിവസവും 5 മിനിറ്റ് സ്വയം ചോദിക്കുക, ഇന്നെന്തെങ്കിലും വിചിത്രമായി സംഭവിച്ചോ? ഇന്നെന്തെങ്കിലും സന്ദേശം ലഭിച്ചോ? എഴുതിവെക്കുക. ട്രാക്ക് ചെയ്യുക. ഇതാണ് ആത്മാവിന്റെ ഭാഷ. 2. പ്രവർത്തിക്കുക. ആക്ട്. മനസ്സിലായതെന്താണോ അതിൽ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തുക. പ്രപഞ്ചം നിങ്ങളുടെ പ്രവർത്തനത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ നടന്നു തുടങ്ങുക. അപ്പോൾ അത് എല്ലാ വഴികളും സ്വയം തുറന്നുതരും. ചോദ്യങ്ങൾ ചോദിക്കുക. പ്രപഞ്ചം മറുപടി നൽകും. അടുത്ത തവണ നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ വെറുതെ ഭാവന ചെയ്യരുത്. ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. രാത്രിയിൽ കണ്ണുകൾ അടച്ച് പ്രപഞ്ചത്തോട് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഏത് ചുവടുവെപ്പാണ് എടുക്കേണ്ടത്? ഇത് ശരിയായ വഴിയാണോ? എന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? എന്നിട്ട് ആ ചോദ്യം ഉപേക്ഷിക്കുക. പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. അടുത്ത 24 മുതൽ 72 മണിക്കൂറിനുള്ളിൽ അതിനുള്ള മറുപടി ഏതെങ്കിലും രൂപത്തിൽ വരും. പക്ഷേ ആ മറുപടി കേൾക്കണമെങ്കിൽ നിങ്ങൾ ശാന്തനും ജാഗ്രതയുള്ളവനുമായിരിക്കണം. രാത്രിയിലെ 5 വാക്യങ്ങൾ. വിധി മാറ്റിയെഴുതുക. ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡ് പതുക്കെ ശാന്തമാകുകയും അബോധമനസ്സ് പൂർണ്ണമായി ഉണരുകയും ചെയ്യുന്നു. പ്രപഞ്ചവും നിങ്ങൾക്കുമിടയിലുള്ള മതിൽ ഏറ്റവും നേർത്ത സമയം ഇതാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും നിങ്ങളുടെ അബോധമനസ്സിലൂടെ പ്രപഞ്ചത്തിൽ നേരിട്ടെത്തുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചില ശക്തവും ഊർജ്ജസ്വരവുമായ വാക്കുകൾ പറഞ്ഞാൽ പ്രപഞ്ചം അതിനെ ഒരു കൽപ്പനയായി എടുക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. എല്ലാം മാറ്റാൻ കഴിയുന്ന 5 വാക്യങ്ങൾ. ഇതാണ് നിങ്ങൾ ഓരോ രാത്രിയും കട്ടിലിൽ കിടന്നുകൊണ്ട് പറയേണ്ട 5 വാക്യങ്ങൾ. 1. ഞാൻ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എപ്പോഴും എന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു. ഇത് പ്രപഞ്ചവുമായി നിങ്ങളുടെ നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നിത് പറയുന്നു. 2. എന്റെ ജീവിതത്തിലെ എല്ലാം എനിക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്, എനിക്കെതിരെയല്ല. ഇത് നിങ്ങളുടെ ചിന്തയെ ഇരയിൽ നിന്ന് വിജയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഏതു പ്രശ്നവും അവസരമായി മാറും. 3. എന്റെ ചിന്തകളും എന്റെ ഭാവനകളും എന്റെ വികാരങ്ങളുമാണ് എന്റെ ഭാവിയെ നിർമ്മിക്കുന്നത്. നിങ്ങളാണ് സൃഷ്ടാവ് എന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 4. എന്റെ പക്കലുള്ള എല്ലാ കാര്യങ്ങൾക്കും വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൃതജ്ഞതയുള്ളവനാണ്. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ പ്രപഞ്ചം പറയുന്നു, ഇയാൾക്ക് കൂടുതൽ കൊടുക്കൂ. 5. ഞാൻ തയ്യാറാണ്, അത്ഭുതങ്ങൾ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വാക്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു തുറന്ന ഊർജ്ജമണ്ഡലം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിന് തുറന്ന വാതിൽ ലഭിക്കുന്നു. ശ്രദ്ധിക്കുക, വെറുതെ പറഞ്ഞാൽ പോരാ, അനുഭവിക്കണം. ഓരോ വാക്കിനോടൊപ്പവും വികാരം ചേർക്കുക. നിങ്ങൾ പറയുമ്പോൾ ഞാൻ തയ്യാറാണ്, അത്ഭുതങ്ങൾ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ആ ഭാവം ഉള്ളിൽ ജീവിക്കുക. സത്യത്തിൽ ഒരു അത്ഭുതം നിങ്ങളുടെ വാതിലിൽ എത്തിയിരിക്കുന്നതുപോലെ നിങ്ങളുടെ ഞരമ്പുകളിൽ അനുഭവിക്കുക. എന്ത് സംഭവിക്കും? നിങ്ങളിത് ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ അബോധമനസ്സ് പുതിയ പ്രോഗ്രാമിംഗിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവസരങ്ങൾ, ആളുകൾ എന്നിവ ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ഭാഗ്യം മുഴുവൻ ശാന്തമായി എന്നാൽ ആഴത്തിൽ മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, മുമ്പ് ഞാൻ പ്രപഞ്ചത്തെ തേടുകയായിരുന്നു, ഇപ്പോൾ പ്രപഞ്ചം എന്നെ തേടുകയാണ്. ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ ഈ 5 വാക്യങ്ങൾ ഓരോ രാത്രിയും പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പക്ഷേ മാറ്റത്തിന്റെ ആദ്യഘട്ടം എന്തായിരിക്കും? അരാജകത്വം, കെയോസ്. അതെ, തുടക്കത്തിൽ ചില കാര്യങ്ങൾ തകരും. കാരണം പുതിയ ഊർജ്ജം വരുമ്പോൾ പഴയ ഊർജ്ജം വഴിമാറണം. ബന്ധങ്ങൾ മാറും, ചിന്തകൾ മാറാൻ തുടങ്ങും, ഉള്ളിൽ അസ്വസ്ഥത തോന്നും. ഭയപ്പെടരുത്, ഇത് പ്രപഞ്ചത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയാണ്. പുതിയത് നിറയ്ക്കാൻ വേണ്ടി നിങ്ങളെ കാലിയാക്കേണ്ടതുണ്ട്. പ്രഭാതത്തിലെ ആദ്യ 3 വാക്കുകൾ. ദിവസത്തെ ദിശ നിർണയിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾ മനസ്സിൽ പറയുന്ന ആദ്യത്തെ വാക്യം ആ ദിവസത്തെ മുഴുവൻ ദിശയും നിർണയിക്കുന്നു. ആദ്യ ചിന്ത ഛേ, വീണ്ടും ആ ജോലി, ആ ഭാരം എന്നാണെങ്കിൽ അന്നത്തെ ഊർജ്ജം നെഗറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ ആദ്യ ചിന്ത നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ് എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും പ്രപഞ്ചവും സന്തുലിതാവസ്ഥയിലെത്തിയിരിക്കുന്നു. എല്ലാ രാവിലെയും എഴുന്നേറ്റ ഉടൻ നിങ്ങൾ പറയേണ്ടത് വെറും 3 വാക്കുകളാണ്. നന്ദി പ്രപഞ്ചമേ. ഇത്ര ലളിതമോ? അതെ, പക്ഷേ ഇതിന്റെ ശക്തി ഒരു മന്ത്രത്തേക്കാൾ കുറഞ്ഞതല്ല. നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ഈ 3 വാക്കുകൾ പറയുമ്പോൾ പ്രപഞ്ചം മനസ്സിലാക്കുന്നു, ഈ വ്യക്തി ഉണരുമ്പോൾ തന്നെ എന്നെ ഓർക്കുന്നു. ഇവന്റെ ശ്രദ്ധയും ഊർജ്ജവും വികാരവുമെല്ലാം പോസിറ്റീവാണ്. ഇവന് കൂടുതൽ കൊടുക്കൂ, ഇവന്റെ കൊട്ട നിറയ്ക്കൂ. എന്തിനാണ് രാവിലെ ഇത് പറയേണ്ടത്?
കാരണം രാവിലെ അബോധമനസ്സ് ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ സ്വപ്നലോകത്തുനിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ഊർജ്ജത്തിന്റെ ലോകത്താണ്. അവിടെ പ്രപഞ്ചത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. ആ സമയത്ത് പറയുന്ന വാക്കുകൾ കൽപ്പനകളായി മാറുന്നു. എന്ത് സംഭവിക്കും? നിങ്ങൾ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതും ഊർജ്ജസ്വലവുമായി തോന്നും. മനസ്സ് ശാന്തവും സ്ഥിരവുമായിരിക്കും. കാര്യങ്ങളിലെ തടസ്സങ്ങൾ കുറയും. അനുരണനം സിങ്ക്രോണിസിറ്റി വർദ്ധിക്കും. ഒരിക്കലും ചിന്തിക്കാത്ത അവസരങ്ങൾ പെട്ടെന്ന് വരും. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ മനസ്സ് ഒരു ഇരയെപ്പോലെയല്ല, ഒരു സ്രഷ്ടാവിനെപ്പോലെ പ്രവർത്തിക്കും. ഭാവന, വിഷ്വലൈസേഷൻ, ഭാവിയുടെ റിഹേഴ്സൽ. ഭാവന എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതുപോലെ കാണുന്നതാണ്. നിങ്ങൾ കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ച് നിങ്ങൾ ചെക്ക് ഒപ്പിടുന്നതായി കാണുക. നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവർ മുന്നിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായി കാണുക. ഭാവന ഒരു സ്വപ്നമല്ല, ഇത് ഭാവിയുടെ റിഹേഴ്സലാണ്. പ്രപഞ്ചത്തിന് നിങ്ങളുടെ വാക്കുകളിൽ നിന്നല്ല, നിങ്ങളുടെ ഉള്ളിലെ ദൃശ്യത്തിൽ നിന്നാണ് സിഗ്നൽ ലഭിക്കുന്നത്. നിങ്ങൾ ഭാവന ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി മാറ്റുന്നു. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിലവിലുള്ള ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പ്രപഞ്ചം പറയുന്നു, ഇത് മാച്ച് ചെയ്തിരിക്കുന്നു. ഇവൻ കണ്ട ആ കാര്യം ഇവൻ അയച്ചു കൊടുക്കൂ. ഭാവന ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട നിയമങ്ങൾ. നിയമം 1: ഭാവിയെ കാണരുത്, ഇപ്പോൾ കാണുക. ഞാൻ ഒരു ദിവസം ധനികനാകും എന്ന് പറയരുത്. പകരം പറയുക, ഞാൻ ധനികനാണ് ഇപ്പോൾ ഈ നിമിഷം. നിയമം 2: വെറുതെ കാണരുത്, ജീവിക്കുക. വെറുതെ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കാണുന്നതെല്ലാം സത്യമായി സംഭവിക്കുന്നു എന്ന് അനുഭവിക്കണം. നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കണം, മുഖത്ത് ചിരി വരണം. നിയമം 3: വ്യക്തത അത്യാവശ്യമാണ്. എനിക്ക് സന്തോഷം വേണം എന്ന് പറയരുത്. പകരം കാണുക, ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ജോലിയിലിരിക്കുന്നു, ചിരിക്കുന്നു, ആളുകളെ പ്രചോദിപ്പിക്കുന്നു. ചെയ്യേണ്ട സമയം: രാവിലെ ഉണർന്ന ശേഷവും രാത്രി ഉറങ്ങുന്നതിനു മുൻപും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ അബോധമനസ്സ് ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്നു. ഭാവനയുടെ ഘട്ടം ഘട്ടമായുള്ള വിദ്യ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നീക്ക്. 1: കട്ടിലിൽ കിടക്കുക, കണ്ണുകൾ അടയ്ക്കുക. 2-3 ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. 3: നിങ്ങളുടെ മനസ്സിലെ സ്ക്രീനിൽ ആ രംഗം ഭാവന ചെയ്യുക. 4: നിങ്ങൾ ആ നിമിഷം അവിടെയാണെന്ന് അനുഭവിക്കുക. 5 മിനിറ്റ് നേരം ആ ദൃശ്യത്തിൽ പൂർണ്ണമായി നിലനിൽക്കുക. 6: അവസാനം പറയുക, നന്ദി പ്രപഞ്ചമേ, ഇതെല്ലാം എനിക്കായി മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. എന്തുകൊണ്ട് ആളുകൾ പരാജയപ്പെടുന്നു? അവർ വെറുതെ ചിന്തിക്കുന്നു, പക്ഷേ അനുഭവിക്കുന്നില്ല. ഭാവന പ്രവർത്തിക്കാൻ നിങ്ങളുടെ വികാരങ്ങൾ, വിശ്വാസം, ലക്ഷ്യം, ഇമോഷൻ, ബിലീഫ്, ഇന്റൻഷൻ എന്നിവ ഒരുമിച്ച് വേണം. ഏറ്റവും വലിയ തെറ്റ്, ഭാവന ചെയ്ത ശേഷം ആളുകൾ സംശയിക്കാൻ തുടങ്ങുന്നു. ഇത് ശരിക്കും സംഭവിക്കുമോ? എനിക്ക് ഭ്രാന്താണോ? അവിടെ വെച്ച് ഊർജ്ജം തകരുന്നു. വിജയത്തിന്റെ ഏറ്റവും വലിയ കഥകൾ ഭാവനയിൽ നിന്നാണ് ആരംഭിച്ചത്. ജിം കാരി തനിക്കുള്ള $10 മില്യൺ ചെക്ക് എഴുതി ഭാവന ചെയ്തു. പിന്നീട് അതേ തുക അദ്ദേഹത്തിന് ലഭിച്ചു. ഭാവനയും കൃതജ്ഞതയും, വിഷ്വലൈസേഷൻ പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ വെറും ഭാവന ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഭാവനയോടൊപ്പം കൃതജ്ഞതയും ചേർത്താൽ അത് ഒരു റോക്കറ്റ് പോലെയാകും. വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് പറയുക, നന്ദി പ്രപഞ്ചമേ, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രപഞ്ചത്തിന് മറ്റു വഴികളില്ല. നിങ്ങൾ കണ്ടത് അത് നൽകിയേ പറ്റൂ. രാത്രിയിലെ അവസാന വാക്കുകൾ, ദിവ്യകൽപ്പനകൾ, ഡിവൈൻ കമാൻഡ്സ്. രാത്രിയുടെ സമയമാണ്. നിങ്ങൾ കട്ടിലിൽ കിടക്കുന്നു. പുറത്ത് എല്ലാം ശാന്തമാണ്. നിങ്ങളുടെ മനസ്സും അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയില്ല, ഈ നിമിഷമാണ് നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിന് കൽപ്പനയായി മാറാൻ കഴിയുന്ന സമയം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് പറയുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ അബോധ മനസ്സിൽ ഇറങ്ങി നിങ്ങളുടെ വിധി മാറ്റാനുള്ളത്ര ശക്തിയുണ്ട്. ഇത് കെട്ടുകഥയല്ല, ഇത് പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള നിയമമാണ്. അവസാന വാക്കുകൾ ദിവ്യകൽപ്പനകളായി മാറുന്നു. ഫൈനൽ വേർഡ്സ് ബിക്കം ഡിവൈൻ കമാൻഡ്സ്. നിങ്ങൾ ഉറങ്ങുന്നതിനു മുമ്പ് എന്താണ് പറയുന്നത്? എന്റെ കയ്യിലൊന്നുമില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ജീവിതം വെറുതെയാണ്. ഇതൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ വിധിയെ നശിപ്പിക്കുകയാണ്. എന്നാൽ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ചില മാന്ത്രിക വാക്കുകൾ പറഞ്ഞാൽ അടുത്ത പ്രഭാതത്തിനു മുമ്പ് തന്നെ പ്രപഞ്ചം പ്രവർത്തിച്ചു തുടങ്ങും. പ്രപഞ്ചം നിങ്ങളുടെ അവസാന വാക്ക് എങ്ങനെ കേൾക്കുന്നു? നിങ്ങളുടെ ദിവസത്തിലെ കഷ്ടപ്പാടുകളിൽ പ്രപഞ്ചത്തിന് വലിയ താൽപ്പര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് ദിവസം അവസാനിപ്പിക്കുന്നത്? ഏത് വികാരത്തിൽ മുഴുകിയാണ് ഉറങ്ങാൻ പോകുന്നത്? ഏത് ചിന്തകളുമായാണ് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നത്? അതാണ് അത് കേൾക്കുന്നത്. കാരണം പ്രപഞ്ചത്തിന് നിങ്ങളുടെ അവസാന ഫ്രീക്വൻസി സിഗ്നൽ പിടിച്ചെടുക്കണം. ആ സിഗ്നലാണ് രാത്രി മുഴുവൻ സ്പന്ദിക്കുന്നത്. പ്രപഞ്ചം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ഉറക്കത്തിന് തൊട്ടുമുമ്പുള്ള സമയം നിങ്ങളുടെ ഭാവിയുടെ താക്കോലാണ്. ഇവിടെ നിങ്ങൾക്ക് അബോധ മനസ്സിന് കൽപ്പന നൽകാം. ഉറങ്ങുന്നതിനു മുമ്പുള്ള മാനിഫെസ്റ്റേഷൻ മന്ത്രങ്ങൾ. ഇതാ പ്രപഞ്ചത്തിന് നേരിട്ട് കൽപ്പന നൽകുന്ന ചില വാക്യങ്ങൾ. ഞാൻ പൂർണ്ണമായും ശാന്തനും സുരക്ഷിതനുമാണ്. പ്രപഞ്ചം എന്നെ സംരക്ഷിക്കുന്നു. എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം എന്നെ വഴി നടത്തുന്നു. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് മുന്നോട്ടു പോവുകയാണ്. നന്ദി പ്രപഞ്ചമേ, ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ വാക്കുകളിൽ വെറും ഭാഷ മാത്രമല്ല ഉള്ളത്.
ഇതിൽ ഊർജമുണ്ട്, ഫ്രീക്വൻസിയുണ്ട്, കൽപ്പനയുണ്ട്. സ്വപ്നങ്ങൾ, പ്രപഞ്ചത്തിന്റെ രഹസ്യ സന്ദേശങ്ങൾ. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം വിശ്രമിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ആത്മീയ വാതിൽ തുറന്നിരിക്കുന്നു. ഈ സമയത്താണ് പ്രപഞ്ചം നിങ്ങളോട് ഏറ്റവും ആഴത്തിൽ സംസാരിക്കുന്നത്, സ്വപ്നങ്ങളിലൂടെ. ഈ സ്വപ്നങ്ങൾ സാധാരണ ദൃശ്യങ്ങളല്ല, ഇവ സൂചനകളാണ്, നിർദ്ദേശങ്ങളാണ്, മുന്നറിയിപ്പുകളാണ്. ഓരോ സ്വപ്നവും ഒരു സന്ദേശമാണ്. ഉറക്കത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വിശ്രമമല്ല, സംവാദമാണ്. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് ഉറങ്ങുകയും അബോധമനസ്സ് ഉണരുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന് നേരിട്ട് ബന്ധപ്പെടാൻ അത് രാത്രിയിൽ തുറന്നിരിക്കുന്ന വാതിലിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ പ്രവേശിക്കും. സ്വപ്നം, പ്രപഞ്ചത്തിന്റെ ദിവ്യഭാഷ. ഓരോ സ്വപ്നവും ഒരു കോഡഡ് ഭാഷയാണ്. നിങ്ങൾ പറക്കുന്നതായി കണ്ടു. നിങ്ങളൊരു വലിയ പരിധി മറികടക്കാൻ തയ്യാറാണെന്ന് പ്രപഞ്ചം പറയുന്നു. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതായി കണ്ടു. നിങ്ങളുടെ ഉള്ളിൽ വൈകാരിക സമ്മർദ്ദം ആഴത്തിലിരിക്കുന്നു, പുറത്തുകൊണ്ടുവരിക. നിങ്ങളൊരു മരിച്ച വ്യക്തിയെ കണ്ടു. ഏതെങ്കിലും പഴയ ഓർമ്മയോ പാറ്റേണോ ഇപ്പോഴും സജീവമാണ്, അത് വിട്ടുകളയുക. ഓരോ സ്വപ്നവും വെറും സ്വപ്നമല്ല, അത് നിങ്ങളുടെ ഉന്നത അസ്തിത്വവും ഹയർ സെൽഫ് പ്രപഞ്ചവുമായുള്ള സംഭാഷണമാണ്. സ്വപ്ന ഡയറി, ഡ്രീം ജേർണൽ. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക. ഉണരുമ്പോൾ തന്നെ ഓർമ്മയുള്ള സ്വപ്നം ഒരു വരിയിൽ എഴുതുക. എന്നിട്ട് വികാരങ്ങൾ എഴുതുക. ഭയമായിരുന്നോ, സന്തോഷമായിരുന്നോ, ശാന്തമായിരുന്നോ? എന്നിട്ട് പ്രധാന വാക്കുകൾ എഴുതുക. പതുക്കെ പതുക്കെ നിങ്ങളൊരു പാറ്റേൺ കാണും. അപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ എന്താണെന്ന് മനസ്സിലാകും. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ദിശയാണ്, ഭയമല്ല. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളും സന്ദേശങ്ങളാണ്. നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങളൊരു സത്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണെന്ന് പ്രപഞ്ചം പറയുന്നു. ആരെങ്കിലും പിന്തുടരുകയാണെങ്കിൽ ഉള്ളിൽ പരിഹരിക്കാത്ത ഒരു മുറിവുണ്ട്, അതിനെ അഭിമുഖീകരിക്കുക. ഇരുട്ടാണെങ്കിൽ നിങ്ങളുടെ ഇരുണ്ട വശത്തെ ഷാഡോ സൈഡ് മനസ്സിലാക്കുക. ഭയത്തിൽ നിന്ന് ഓടി ഒളിക്കരുത്, അതിനെ മനസ്സിലാക്കുക, ഡീകോഡ് ചെയ്യുക, മാറ്റുക. രാത്രിയിലെ 5 ഘട്ടങ്ങളുള്ള പ്രകടനാനുഷ്ഠാനം, മാനിഫെസ്റ്റേഷൻ റിച്വൽ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ കഴിയുന്ന സമയമാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് 5 ഘട്ടങ്ങളുള്ള ഈ അനുഷ്ഠാനത്തിലൂടെ പഠിക്കാം. ഘട്ടം 1, ദിവസത്തിലെ ഊർജം ശുദ്ധീകരിക്കുക, ക്ലൻസിംഗ്. ഇന്നത്തെ ദിവസം പ്രപഞ്ചത്തിന് മുന്നിൽ വയ്ക്കുക. മനസ്സിലോ വാക്കുകളിലോ പറയുക, ഇന്ന് ഞാൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പ്രപഞ്ചമേ. എവിടെ തെറ്റുപറ്റിയോ അത് തിരുത്താൻ അവസരം നൽകുക. ഞാൻ ദിവസത്തിലെ എല്ലാ ക്ഷീണവും ഭയവും ഉത്കണ്ഠകളും വിട്ടുകളയുന്നു. നിങ്ങൾ വൈകാരികമായി ശുദ്ധമാകുമ്പോൾ മാത്രമേ പ്രപഞ്ചം മറുപടി നൽകൂ. ഘട്ടം 2, നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് പറയുക, ഡിക്ലെയർ. ശാന്തമായ മനസ്സോടെ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം പറയുക. പക്ഷേ എനിക്ക് വേണം എന്നല്ല പറയേണ്ടത്, പകരം നന്ദി പ്രപഞ്ചമേ, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുക. ഉദാഹരണത്തിന്, നന്ദി പ്രപഞ്ചമേ, എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രപഞ്ചം കേൾക്കുന്നത് വാക്കുകളല്ല, വൈബ്രേഷനാണ്. നന്ദിയുടെ വൈബ്രേഷൻ ഏറ്റവും ഉയർന്നതാണ്. ഘട്ടം 3, അത് യാഥാർത്ഥ്യമായി അനുഭവിക്കുക, ഫീൽ ഇറ്റ് റിയൽ. ഇപ്പോൾ വെറും ഭാവനയല്ല, അനുഭവിക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടോ? നിങ്ങൾ ആ നിമിഷം എന്താണ് പറയുന്നത്? ലൈറ്റ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് ഈ വികാരം ആഴത്തിൽ ജീവിക്കുക. ഘട്ടം 4, കൽപ്പന നൽകി ഉപേക്ഷിക്കുക, കമാൻഡ് പ്ലസ് സറണ്ടർ. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, കൽപ്പന നൽകുക, എന്നിട്ട് ഉപേക്ഷിക്കുക. പ്രപഞ്ചത്തോട് പറയുക, ഇതാണ് എന്റെ ലക്ഷ്യം പ്രപഞ്ചമേ, ഇനി ഇതങ്ങ് സമ്പാലനം. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാനിത് നിയന്ത്രിക്കുന്നില്ല. ഇനി നീ പ്രവർത്തിക്കൂ. നിങ്ങൾ പിടിച്ചു നിർത്തുമ്പോൾ പ്രപഞ്ചം നിൽക്കും. നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ പ്രപഞ്ചം സജീവമാകും. ഘട്ടം 5, സംവാദം അവസാനിപ്പിക്കുക, ക്ലോസിംഗ് ദ ഡയലോഗ്. ദിവ്യമായ സംഭാഷണത്തിന്റെ അന്ത്യവും ദിവ്യമായിരിക്കണം. കുറച്ചുനേരം ശാന്തമായി കിടക്കുക. ഹൃദയത്തിൽ കൈവച്ച് പറയുക, നന്ദി പ്രപഞ്ചമേ, എപ്പോഴും കേട്ടതിന്. ഞാൻ തയ്യാറാണ്. ഞാൻ തുറന്ന മനസ്സുള്ളവനാണ്. ഞാൻ സ്വീകരിക്കുന്നു. ഇനി മൊബൈലില്ല, ശ്രദ്ധ തെറ്റിക്കലുകളില്ല. ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. കാരണം ഇനി പ്രപഞ്ചമാണ് അതിന്റെ പങ്ക് വഹിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ അന്തിമ പ്രക്രിയ 21 രാത്രികൾ തുടർച്ചയായി ചെയ്താൽ ചിന്തകളുടെ ശക്തി യാഥാർത്ഥ്യമായി മാറിയതായി നിങ്ങൾ കാണും. യാദൃച്ഛികതകൾ, സിൻക്രോണിസിറ്റി ആവർത്തിച്ചുണ്ടാകും. മനസ്സ് ശാന്തമാകും, ആകർഷണം വർദ്ധിക്കും. പ്രപഞ്ചം എല്ലാ ദിശകളിൽ നിന്നും നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. 21 ദിവസം രാത്രിയിൽ പ്രപഞ്ചത്തോട് സംസാരിക്കുക. എന്നിട്ട് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ എങ്ങനെ സ്വയം കടന്നുവരുന്നുവെന്ന്. ഓരോ വീഡിയോയും നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുകയും നിങ്ങൾ ആരാകാനാണോ ജനിച്ചത് ആ വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുകയും ചെയ്യും. ഒരു പുതിയ ചിന്ത, പുതിയ ഊർജം, പുതിയ ദിശയുമായി അടുത്ത വീഡിയോയിൽ കാണാം.